ഹായ് ഗൈസ്, ഇന്ത്യ ഇപ്പോൾ അവരുടെ K4 മിസൈൽ അല്ലെങ്കിൽ നമ്മുടെ K4 മിസൈൽ ഇപ്പോൾ സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായി നമ്മൾ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 3000 കിലോമീറ്റർ ആണ്. പക്ഷേ ചൈനയെല്ലാം പറയുന്നത് ഇത് ഇന്ത്യ മനഃപൂർവ്വം ഹൈഡിയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ റേഞ്ച് എന്ന് പറയുന്നത് ചൈനീസ് മീഡിയ എല്ലാം പറയുന്നത് മിനിമം 5000 കിലോമീറ്റർ എങ്കിലും ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ശക്തിയുള്ള ഒരു വെപ്പണാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ DRDO തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രാധാന്യമായി എല്ലാവരും പറയുന്നത്? അപ്പോൾ ഇത് ഓൾറെഡി ഒരു ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷേ ജോലി മറ്റു കാര്യങ്ങളായതുകൊണ്ട് ഒരു ദിവസം ഒന്ന് ലേറ്റായി. പക്ഷേ എന്നാലും മലയാളത്തിൽ അതിനെക്കുറിച്ച് അധികം ആൾക്കാരൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്നത് ന്യൂക്ലിയർ വെപ്പണാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ഒരു വലിയൊരു ശക്തിയായി വിചാരിക്കുന്നത് ന്യൂക്ലിയർ വെപ്പണുള്ള രാജ്യങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധം അതായത് അവസാനിപ്പിച്ചതും ഇതേ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടാണ്. അപ്പോൾ അതായത് ഒരു ന്യൂക്ലിയർ വെപ്പൻ്റെ ശക്തി എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രോങ് എത്രയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് ഹിരോഷിമയിലും നാഗസാക്കിയിലെല്ലാം എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺ എങ്ങനെ ഒരു എനിമീൻ്റെ അടുത്ത് അതായത് ഇന്ത്യൻ്റെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺ മാത്രം ഉണ്ടായ പോരാ, അത് എനിമീൻ്റെ അടുത്ത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ രാജ്യത്താണെങ്കിലും അല്ലെങ്കിൽ ചൈനയുടെ ഒരു സിറ്റിയിലാണെങ്കിലും നമ്മൾ കൊണ്ടുപോയി അതിനെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള വെപ്പൺസ് വേണം. ഇതിനെക്കുറിച്ച് അതായത് ഓൾറെഡി ഈ ന്യൂക്ലിയർ പവേർഡായ സബ്മറീൻസ് നമ്മളുണ്ട്. അതായത് കടലിൽ നിന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺ ലോഞ്ച് ചെയ്യാനുള്ള 2 സബ്മറീൻസ് നമ്മൾ ഓൾറെഡി അതായത് ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് INS അരിഹാന്തും ഒന്ന് വന്നിട്ട് INS അരിഹാന്തും. അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ട് PM-ൻ്റെ എല്ലാം കൺട്രോളിൽ വരുന്ന അത്രമാത്രം പവർഫുള്ളായ കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്തിരിക്കുന്ന K4 മിസൈൽ കൊണ്ട് എന്താണ് ഇന്ത്യക്ക് അഡീഷണലായി കിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ലോകത്തിലെ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്ന ഒരു വെപ്പൺ ഉള്ളത് 4 രാജ്യങ്ങൾക്കാണ്. അതായത് ഒന്ന് വന്നിട്ട് US അതായത് അമേരിക്കയ്ക്കാണ് ഉള്ളത്, രണ്ടാമത്തത് റഷ്യ, മൂന്നാമത്തത് ചൈന, നാലാമത്തത് ഇന്ത്യ. അല്ലാണ്ട് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഈ ന്യൂക്ലിയർ ട്രയാഡ് ഇല്ല. ഈ ന്യൂക്ലിയർ ട്രയാഡ് എന്താണെന്നറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ പാകിസ്ഥാനോ ചൈനയോ നമ്മളെ അതായത് അറ്റാക്ക് ചെയ്യുക, അതായത് ന്യൂക്ലിയർ വെപ്പൺ വെച്ച് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് എന്തായാലും ന്യൂക്ലിയർ വെപ്പൺ അവർക്ക് ലോഞ്ച് ചെയ്യണം. അതിന് നമ്മൾ ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവണം. പക്ഷേ നമ്മുടെ അടുത്ത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. പക്ഷേ ഈ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ? ഇതിനായിട്ട് ഒരു വെഹിക്കിൾ വേണം. അതായത് ഒന്നെങ്കിൽ B2 ബോംബേഴ്സ് അല്ലെങ്കിൽ റോക്കറ്റുകൾ അല്ലെങ്കിൽ ഈ സബ്മറീൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു വെഹിക്കിൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമോ ഇത് ചൈനയുടെ സ്പെസിഫിക് ആയ ടാർഗറ്റിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സ്പെസിഫിക് ആയ ടാർഗറ്റെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ ഗ്രൗണ്ടിലൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ICBM അത് ഇൻ്റർ കോണ്ടിനെൻ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ നമുക്കുണ്ട്. ഇത് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ അഗ്നി 1 തൊട്ട് 5 വരെയുണ്ട്, പൃഥ്വിയുണ്ട്, അതുപോലെ തന്നെ അഗ്നി 1 തൊട്ട് 5 വരെയുണ്ട്. അപ്പോൾ ഈ അഗ്നിക്കും ഏകദേശം 5000 to 8000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയും ഉണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ എവിടെയെല്ലാം നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് മറ്റ് രാജ്യത്തിന് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ രാജ്യത്തിൻ്റെയും സാറ്റലൈറ്റ് എല്ലാ രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ അതായത് ഈ ചൈന നമ്മളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ അഗ്നി 5-നും ഈ ന്യൂക്ലിയർ 5-നും അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കാൻ ഉള്ള പോസിബിലിറ്റി അവിടെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ എന്താണ് അടുത്ത പോസിബിലിറ്റി എന്താണ്? അതായത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട പോസിബിലിറ്റി നമ്മുടെ എനിമി നമ്മളെ കംപ്ലീറ്റ് ആയിട്ടും തകർത്തു. ഇനി നമുക്ക് അടുത്ത പോസിബിലിറ്റി എന്താണുള്ളത്? അതായത് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുപോയി അവിടെ പോയി ഡിപ്ലോയ് ചെയ്യുക. ഇതാണ് അടുത്ത പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറേയധികം വിമാനങ്ങളുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ സുഖോയ് 30, അതുപോലെ തന്നെ റഫേൽ, ഇങ്ങനെ പല ടൈപ്പുള്ള വിമാനങ്ങൾ നമ്മൾ ഹയർ ചെയ്തും പർച്ചേസ് ചെയ്തും നമ്മൾ ഡെവലപ്പ് ചെയ്തൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു വിമാനം ശത്രു രാജ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡിപ്ലോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ റേഞ്ച് കുറയും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം കടന്നു പോകണം. അതായത് ഇപ്പോൾ ചൈനയുടെ എയർ ഡിഫൻസിലോട്ട് കിടക്കണമെങ്കിൽ ആദ്യം ഈ വിമാനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം മറികടക്കണം. അതായത് അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 100% കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. ഈ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വേണം. അതായത് B2 ആണെങ്കിൽ അതായത് B2 ബോംബർ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ അമേരിക്കേൻ്റെ അടുത്തും റഷ്യൻ്റെ അടുത്തും ചർച്ച ചെയ്യുന്നുണ്ട്. 2 പേരും നമുക്ക് ശക്തിയുള്ള അതായത് B2 ബോംബേഴ്സ് പോലെയുള്ള വിമാനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇത് ലോകത്തുള്ള മാക്സിമം രാജ്യങ്ങൾ, അതായത് ഈവൻ ചെറിയ രാജ്യങ്ങൾക്കും ഈ രണ്ട് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ അതായത് ഒരു ന്യൂക്ലിയർ ശക്തി ആയി കംപ്ലീറ്റ് ആയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്ന പ്രോജക്റ്റിലോട്ട് കിടക്കണം. അത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഈ രണ്ട് മാർഗവും നമുക്ക് ഫുള്ളായിട്ട് എഫക്റ്റീവായി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. അതിനുള്ള മറുവഴിയാണ് അതായത് ഈ ന്യൂക്ലിയർ വെപ്പണെല്ലാം തന്നെ കടലിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക. അതായത് സബ്മറീൻസ് ആയിട്ട് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ കപ്പലുകൾ വേണമെങ്കിൽ ഈ ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഇത് സാറ്റലൈറ്റിലെല്ലാം തന്നെ അങ്ങനെ അതായത് ലഭ്യമാവാനും സാധ്യതകളില്ല. അല്ലെങ്കിൽ ഓൺലി റേഞ്ച് വെച്ചിരിക്കുകയോ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ട്രാക്ക് ചെയ്ത് എന്തെങ്കിലും അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഈ സബ്മറീൻസിനെ മാറ്റി നിർത്താനും പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്നത്. ഇതിനെ ട്രാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു സബ്മറീനെ ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യ ഓൾറെഡി ഈ രണ്ട്, അതായത് INS അരികാതും INS അരികാതും രണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ രണ്ടിലും അതായത് ന്യൂക്ലിയർ ശക്തി ഉപയോഗിക്കാൻ നമ്മൾ ഇതുവരെ K2 മിസൈൽസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ K2 മിസൈൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് വെറും 750 to 1000 കിലോമീറ്റർ മാത്രമോ ഇത് പോയി അതായത് എനിമീനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാകിസ്ഥാൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചൈനയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എഫക്റ്റീവായി നിൽക്കാൻ പറ്റില്ല. അതായത് ചൈനയുടെ സിറ്റി അല്ലാതെ തന്നെ ഉള്ളിലോട്ട് പോകണം. അവിടെ പോയി നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ വെപ്പൺ അതായത് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഈ K2 മിസൈൽ കൊണ്ട് മാത്രം നമുക്കത് സാധ്യമാവുന്ന പോസിബിലിറ്റി ഇല്ല. അവിടെയാണ് നമ്മൾ ഇപ്പോൾ K4 എന്ന് പറയുന്ന അതായത് K2ൻ്റെ അഡ്വാൻസ് വെർഷൻ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ് വെർഷൻ കൊണ്ട് നമുക്കിവിടെ ഉപയോഗം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ അഡ്വാൻസ് വെർഷൻ മിനിമം അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന 3000 കിലോമീറ്ററാണ്. അതായത് ചൈന പറഞ്ഞിരിക്കുന്ന 5000 കിലോമീറ്റർ എങ്ങാനും അത് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ 3000 to 5000 കിലോമീറ്ററിൻ്റെ ആ ഒരു പകുതി എടുത്താൽ തന്നെ നമുക്ക് മതി ചൈനയുടെ പ്രധാനപ്പെട്ട സിറ്റിയും നമുക്ക് ഈ ഒരു വിമാനം അതായത് ഈ ഒരു സബ്മറീനെ ലോഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ചൈനയ്ക്കും പാകിസ്ഥാനും ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ആയ ന്യൂസ്. അതായത് ചൈന വിചാരിച്ചേക്കാട്ടും ഇപ്പോൾ കൂടുതലായിട്ടും ഉണ്ട്. അപ്പോൾ ചൈനയുടെ അടുത്ത് ഈ ശക്തി ഇല്ലെന്ന് ചോദിച്ചാൽ ചൈനയുടെ അടുത്തുണ്ട്. അതായത് നമ്മുടെ അടുത്ത് 2 ന്യൂക്ലിയർ സബ്മറീൻസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് 5 എണ്ണം ഉണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഈ ഒരു റേസിൽ വന്നെങ്കിലും ഇന്ത്യ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ DRDOയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ന്യൂക്ലിയർ ട്രയാഡ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു K4 മിസൈൽ കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് രാജ്യങ്ങൾ 4ാമത്തെ രാജ്യമായി നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.